ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാല് നമുക്ക് കുറച്ച് അവിൽ, പഴയ മോഡല് അവിൽ കുഴക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതൊന്ന് ചെയ്ത് നോക്കിയാലോന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാണ്. അപ്പൊ നമ്മൾ ഇതിൽ ചെയ്യാൻ പോകുന്നത് കുറച്ച് അവിലുണ്ട്, പിന്നെ വെല്ലം, പിന്നെ അതുപോലെ തന്നെ തേങ്ങ, അതിന്റെ പാത്രങ്ങൾ, നമ്മളിതൊക്കെ അതിൻ്റെ ഏലക്കായ്, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു കിടിലം എന്ന് പറയാം, നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു അവിൽ കുഴക്കൽ എങ്ങനെയുണ്ട് നോക്കാലോ. അപ്പൊ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് ആദ്യം നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യാം. പിന്നെ പാത്രം വെച്ച് ഒന്ന് ചൂടാവട്ടെ. ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ അവിൽ ഇതിനകത്തേക്ക് കുറച്ചായിട്ട് ഇടാം. ചെറിയ തീയിൽ നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. സാധാരണ നമ്മള് പച്ച അവില് അങ്ങനെ തന്നെ കുഴച്ചെടുക്കുന്നതല്ലേ. ചെറിയ വെറൈറ്റിക്ക് വേണ്ടി നമുക്ക് ഏതായാലും ഇപ്പം മഴയല്ല ആകുമ്പോൾ ചെറിയതായിട്ടൊന്ന് തണുത്തിട്ടുണ്ടാവും. അപ്പം നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ലെവലിലേക്ക് വരുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഏതായാലും നമുക്കിതൊന്ന് ചെയ്തു നോക്കാമല്ലോ. നമ്മൾ കുറച്ച് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല പൊരിഞ്ഞ് വരുന്നുണ്ട്, നല്ല ക്രിസ്പി ആയി ലെവൽ വന്നിട്ടുണ്ട്. രണ്ടാമത് കുറച്ചും കൂടി ഉണ്ട്, അതും കൂടി നമുക്ക് ഇതൊന്ന് ക്ലിയർ ആക്കി എടുക്കാം. അപ്പോൾ ഇതും ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഇനി ഇതും ഇട്ട് വെക്കാം. ഇതൊന്ന് തണിയട്ടെ. നമുക്ക് വെള്ളം ചെറുതായിട്ട് പൊട്ടിച്ചിട്ടിടാം. അപ്പോൾ അത്രയും ഇത്രയും മതിയാവും. നമുക്ക് ഈ വെള്ളം ഒന്ന് കുറുക്കിയെടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം. ഇനി ഏതായാലും ഫ്ലെയിം ഓൺ ചെയ്യാം. നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാണ്. അപ്പം ഒന്ന് ചൂടാവട്ടെ. അപ്പോഴത്തേക്ക് അടുത്ത പണി വരുന്നുണ്ട്. നമുക്കിനി തേങ്ങ ചിരവി എടുക്കാനുണ്ട്. അപ്പം നമുക്കിനി തേങ്ങ ഒന്ന് ചിരണ്ടി എടുക്കാം. ഇതിനകത്തേക്ക് തേങ്ങ ചിരണ്ടി നല്ല കുഴച്ചെടുക്കേണ്ടതല്ലേ. അപ്പോൾ നമ്മൾ ഏതായാലും വൈകുന്നേരം ചായക്ക് വരെ എന്താന്നുള്ള ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ പഴയ ഒരു ഓർമ്മ. നമുക്ക് അവില്, അധികം ആൾക്കാർ ഇപ്പൊ അവില് അങ്ങനെ കുഴക്കുന്ന പരിപാടിയൊന്നും കാണുന്നില്ല. ഇപ്പൊ പണ്ടല്ല നമ്മൾ അവിലും കുഴച്ചത് നല്ലോണം ഉണ്ടാക്കി തിന്നതല്ലേ. അപ്പൊ ഞാൻ പറയാതെ അവില് കുഴക്കുന്ന നോക്കാതെ നമുക്ക് ഉണ്ടാക്കിയിട്ട് ഇന്ന് അങ്ങനെ അവില് കുഴച്ച് തിന്നാന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ഏതായാലും തേങ്ങ ആവശ്യത്തിന് ചിരണ്ടി ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈ ഏലക്കായ ഇടുന്നു. പിന്നെ വെള്ളം അത് ക്ലിയർ ആയിട്ടുണ്ടാവും, അതൊന്ന് നോക്കട്ടെ. ഇപ്പം വെള്ളം നമ്മളെ മൊത്തം അലിഞ്ഞിട്ടുണ്ട്. അതിന് ഒന്ന് കുറച്ചും കൂടെ കട്ടിയായി വരട്ടെ, കുറുകി വരട്ടെ. കുറുകി വന്നിട്ടാകുമ്പോൾ നമുക്ക് അതിലേക്ക് തണിഞ്ഞിട്ട് അത് ഒഴിക്കുക. എന്നിട്ട് ഒരാറ്റ കുഴയാം. ഇത് സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ തണിയാൻ വേണ്ടി വെക്കുക. തണിയട്ടെ. ഏലക്ക നമുക്ക് നന്നായിട്ട് പൊടിക്കുക. ഇങ്ങനെ ഇതുപോലെ ഇടിച്ചൊന്ന് പൊടിച്ചിട്ടാൽ പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഏലക്കൻ്റെ പൊടിച്ചതിടാം. കുറച്ചേ വേണ്ടുള്ളൂ, അതൊരു രുചിക്കല്ലേ, കിടക്കട്ടെ എന്ന്. അപ്പോൾ ഇനി നമുക്ക് ഈ അവില് നന്നായിട്ട് തണിഞ്ഞിട്ടുണ്ട്. ഈ അവിലും കൂടി ഇതിനകത്തേക്ക് ഇടാം. അവിലിട്ടതിന് ശേഷം നന്നായിട്ട് ഇനി ചെറിയൊരു പണിയുണ്ട്. ഞാൻ നീട് ഇരിക്കട്ടെ.
നന്നായിട്ട് ഇങ്ങനെ കുഴക്കലാണ്. നമ്മളിത് കുറച്ചേ എടുത്തിട്ടുള്ളൂ, നമ്മളെ ആവശ്യത്തിന് മാത്രം ആയതുകൊണ്ട് കുറച്ച് അവില് കുഴക്കാന്നുള്ള പരിപാടിയാണ്. അല്ലാതെ വലിയൊരു ക്വാണ്ടിറ്റി ഉള്ള ഇതൊന്നും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടല്ല. അത് ഞാൻ കുഴഞ്ഞ് വരുന്നുണ്ട്. നല്ല വറുത്തുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഒരു പ്രത്യേക രുചിയായിരിക്കും വറുത്ത അവരും കൂടി ചെയ്യുമ്പോൾ. ഇതായി. ഇനിയിപ്പോൾ നമുക്ക് ഈ വെല്ലം ഇതിനകത്തേക്ക് അരിച്ചൊഴിക്കാം. അഥവാ എന്തെങ്കിലും കച്ചറുണ്ടെങ്കിൽ ഞാൻ അരിപ്പം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെല്ലം ഒന്ന് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് മിക്സ് ആക്കട്ടെ. നല്ല ചൂടുണ്ട്. ആഹാ, കയ്യെല്ലാം പൊള്ളുന്നുണ്ട്. ഒയ്യോ. പിന്നെ ഇന്ന് നമുക്ക് പ്രത്യേക അതിഥികളുണ്ട് കേട്ടാ. അതിഥികൾക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേക ഒരു ഡിഷ് ഉണ്ടാക്കിയതാ. അവര് വെച്ച് കൊടുക്കാം. അല്ലാതെ ഇവർക്ക് നല്ല പല സാധനങ്ങളും ഉണ്ടാക്കി കൊടുത്താൽ ശരിയാവില്ലല്ലോ. ഇതെല്ലാം തിന്ന് പഠിക്കട്ടെ. അപ്പൊ അതിഥികൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അത് നമ്മള് അവര് കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് കുഴക്കാൻ ഒരു ബുദ്ധിമുട്ട്. നല്ല കൂടുതലുണ്ടാകുമ്പോ നല്ല ഒരു വലിയ പാത്രം എടുത്ത് നന്നായിട്ട് കുഴക്കാൻ പറ്റും. ഇതാ അത്യാവശ്യം നല്ലോണം കുഴഞ്ഞു. അപ്പോ ചെറിയമാരെ നമ്മളെ അവില് കുഴച്ചതാ സെറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഇതിന്റെ ടേസ്റ്റ് നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം. അടിപൊളി സാധനം. അപ്പൊ നമ്മളെ കട്ടൻ ചായയും കൂടി ശരിയാക്കിയിട്ടുണ്ട്. നമുക്ക് ഇന്ന് കട്ടൻ ചായയും അവില് കുഴച്ചും വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പരിപാടിക്ക് നിന്നത്. നമ്മളെ അതിഥികൾക്ക് ഇത് മതിയെന്നാ പറഞ്ഞത്. അപ്പൊ അവര് പറയുന്ന പോലെ നമ്മൾ ചെയ്തു കൊടുക്കണമല്ലോ. അപ്പൊ ഞാൻ അതിഥികളെങ്കിൽ വിളിക്കാം. അപ്പോ നമ്മളെ ഈ ചായയും കട്ടൻ ചായയും അവര് കുഴച്ചതും പഴയ ഒരു മോഡൽ ചെയ്താണ്. നമ്മുടെ അതിഥി പറഞ്ഞത് എനിക്ക് കട്ടൻ ചായയും അവര് കുഴച്ചും തിന്നണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മളിത് ചെയ്തത്. ഇതാണ് നമ്മുടെ അതിഥിയാണ്. ഇതായി കാണുന്ന ഷെഫീക്ക് അടിയനാണ്. പിന്നെ സൗബാനുണ്ട്, അമാനുണ്ട്, അന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും വേണ്ടി നമ്മൾ ഇതങ്ങ് തുടങ്ങാം. ഓക്കെ, കഴിക്കും. ഏതല്ല ഇതൊന്ന് അതിലെന്തുണ്ട് അവസാനം നോക്കിയാട്ടെ. പൊളിയാ ഇവരെല്ലാം പൊളി എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്ന വരയ്ക്കും പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും ബൈ ബൈ.